RSSനെതിരായ നീക്കത്തിൽ കർണാടക സർക്കാരിന് തിരിച്ചടി. RSS പദസഞ്ചലനത്തിന് ബംഗളൂരു ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ട്. ചിറ്റാപൂരിൽ പദസഞ്ചലനം നടത്താൻ അനുമതി തേടി സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ നിർണായക ഉത്തരവ്. നവംബർ 2-നാണ് പദസഞ്ചലനം. എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി നന്ദൻ, RSSനെതിരായ നീക്കത്തിൽ കർണാടക സർക്കാരിന് വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. RSS പദസഞ്ചലനത്തിന് ബംഗളൂരു ഹൈക്കോടതി ഇപ്പോൾ അനുമതി നൽകിയിരിക്കുകയാണ്. ചില ഗൂഢനീക്കങ്ങൾ അല്ലെങ്കിൽ ഗൂഢലക്ഷ്യങ്ങൾ തകർത്ത് അടിയുന്നതാണ് ഹൈക്കോടതിയുടെ വിധിയിലൂടെ പുറത്തേക്ക് വരുന്നത്. ചിറ്റാപൂരിൽ പദസഞ്ചലനം നടത്താൻ അനുമതി തേടി സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ നിർണായക ഉത്തരവ് വന്നിരിക്കുന്നത്. നവംബർ 2-നാണ് പദസഞ്ചലനം നടക്കുക. പദസഞ്ചലനം അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ RSS നടത്തുന്ന പരിപാടികൾ പൂർണ്ണമായും ഒഴിവാക്കപ്പെടണമെന്ന് കർശനമായ ചില നടപടികളിലേക്ക് കർണാടക സർക്കാർ കടന്നിരുന്നു. എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, വളരെ നിർണായകമായ ഹൈക്കോടതി ഇടപെടൽ വന്നിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ഈ കർണാടകയിലെ ചിറ്റാപൂരിൽ RSSന്റെ റൂട്ട് മാർച്ച് നടത്താൻ നേരത്തെ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിരുന്നില്ല. മറ്റൊരു സംഘടനയും നവംബർ 2-ന് ഇതേ ഭാഗത്ത് ഇതേ മേഖലയിൽ പരിപാടി നടത്തുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ ജില്ലാ ഭരണകൂടം RSSന്റെ പദസഞ്ചലനത്തിന് അനുമതി നിഷേധിച്ചത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുകയായിരുന്നു അവിടുത്തെ പ്രാദേശിക RSS പ്രവർത്തകർ. ഇപ്പോൾ ഈ ഹൈക്കോടതിയിൽ നിന്നും ലഭ്യമായിരിക്കുന്ന ഉത്തരവ് പ്രകാരം RSSന്റെ പദസഞ്ചലനം നടത്തുവാൻ വേണ്ടി ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നു. അതേപോലെ തന്നെ വീണ്ടും ജില്ലാ ഭരണകൂടത്തിന് പുതിയൊരു അപേക്ഷ നൽകാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനും മറ്റൊരു സംഘടന നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇതേ ദിവസം തന്നെ പരിപാടി നടത്താൻ നിശ്ചയിച്ചിരുന്നു. അങ്ങനെ രണ്ട് സംഘടനകൾക്കും പ്രത്യേകം സമയം അനുവദിക്കുവാൻ വേണ്ടി ഈ കർണാടക ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ അപേക്ഷ ജില്ലാ ഭരണകൂടത്തിന് നൽകുവാൻ വേണ്ടിയും ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. കേസ് വീണ്ടും 24-ാം തീയതി പരിഗണിക്കും. അന്ന് ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നുള്ളതാണ് കോടതി വ്യക്തമാക്കുന്നത്. നവംബർ 2-നാണ് RSS പദസഞ്ചലനം നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ചിറ്റാപൂരിലാണ് ഈ പദസഞ്ചലനം നിശ്ചയിച്ചിരിക്കുന്നത്. നമുക്കറിയാം RSSനോട് വളരെ വൈരാഗ്യ ബുദ്ധിയോടുകൂടി കർണാടക സർക്കാർ പ്രവർത്തിക്കുന്നു. അതിന്റെ ഉദാഹരണമാണ് ഏറ്റവും ഒടുവിലായി RSSന്റെ പദസഞ്ചലനത്തിന് അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് അല്ലെങ്കിൽ അനുമതി നിഷേധിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടം നിലപാടെടുത്തത്. ഇതിനെ ചോദ്യം ചെയ്താണ് RSS പ്രവർത്തകർ ഹൈക്കോടതിയിൽ പോയി ഇപ്പോൾ അനുകൂല നിലപാട് വാങ്ങിയിരിക്കുന്നത്. ശരി.